ബീഹാർ മഹാസഖ്യത്തിലെ പ്രതിസന്ധി ഒഴിയുകയാണ്. 143 സ്ഥാനാർത്ഥികളുടെ പട്ടിക RJD പുറത്തുവിട്ടു. കോൺഗ്രസ് 53 സീറ്റുകളിൽ മത്സരിക്കും. കോൺഗ്രസ് PCC അധ്യക്ഷൻ രാജേഷ് കുമാറിനെതിരെ RJD സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. മുഖ്യമന്ത്രി മോഹം ഇപ്പോൾ ഇല്ല എന്ന നിലപാടിലേക്ക് NDAയിലെ ചിരാഗ് പാസ്വാനും എത്തിയിട്ടുണ്ട്. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, 143 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടെ പുറത്തുവിട്ടതോടെ ഈ സീറ്റിൽ വിഭജനത്തിൽ ഒരു സമവായം എത്തി, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരു കടമ്പ. എന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശം സജു? ബീഹാറിൽ ഇനി വോട്ടെടുപ്പിന് അവശേഷിക്കുന്നത് 16 ദിവസങ്ങൾ മാത്രമാണ്. നവംബർ 6-ാം തീയതിയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് ബീഹാറിൽ നടക്കുക. ഇതിനു മുന്നോടിയായിട്ട് വളരെ വേഗത്തിൽ പ്രചാരണം മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇരു മുന്നണികളും അതിനുള്ള മത്സരത്തിലാണ്. പ്രത്യേകിച്ച് NDAയുടെ ഭാഗത്ത് നിന്ന് മുന്നണി പോരാളിയായിട്ട് അല്ലെങ്കിൽ താരപ്രചാരകരായിട്ട് സംസ്ഥാനത്തെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുടെയും അതോടൊപ്പം തന്നെ NDAയുടെയും പ്രമുഖ നേതാക്കളാണ്. അതിനെ കവച്ചുവെക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് മുഖ്യമന്ത്രിമാരും അതുപോലെ മഹാസഖ്യത്തിന്റെ നേതാക്കളടക്കമുള്ളവർ വലിയ പ്രചാരണ രംഗവുമായിട്ട് ഇനിയിപ്പോൾ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ അവശേഷിക്കുന്ന 2 ആഴ്ചക്കാലം ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും തിരക്കിട്ട വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളുമായിട്ട് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതിയാണ്. 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി കൂടിയാണ് ഇന്നാണ് ഇപ്പോൾ RJDയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. 143 ഇടങ്ങളിലാണ് RJD മത്സരിക്കുക. ആദ്യഘട്ടത്തിൽ RJDയിൽ തന്നെ അല്ലെങ്കിൽ RJD നേതാക്കൾക്കിടയിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മഹാസഖ്യത്തിലുള്ള കോൺഗ്രസുമായിട്ട് വലിയ പ്രതിസന്ധി നിലനിന്നു. 53 ഇടങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുക. 143 ഇടങ്ങളിലാണ് RJD മത്സരിക്കുക. സമവായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നീണ്ടുനിന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത്. ഏറ്റവും അവസാന മണിക്കൂറിലാണ് ഈ ഒരു സമവായ നീക്കവുമായിട്ട് മുതിർന്ന നേതാക്കളൊക്കെയും ഇടപെടലിലൂടെ ഇരു പാർട്ടികളും സ്ഥാനാർത്ഥി പട്ടികയൊക്കെയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ 144 സീറ്റുകളിലാണ് RJD മത്സരിച്ചതെങ്കിൽ ഇത്തവണ 143 സീറ്റുകളിലാണ്. എന്തായാലും കോൺഗ്രസ് ആവട്ടെ 70 സീറ്റുകൾ മത്സരിച്ചപ്പോൾ ഇത്തവണ 52 സീറ്റുകൾ മാത്രമാണ് മത്സരിക്കുക. എന്തായാലും വിജയം മാത്രമാണ് മഹാസഖ്യം മുൻപോട്ട് വെക്കുന്നത്. അതിനിടയിലാണ് ഇന്ത്യ മുന്നണിയിലെ പ്രതിസന്ധികളെ ഊന്നി പറഞ്ഞുകൊണ്ട് ചിരാഗ് പാസ്വാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ വലിയ വിഭജനങ്ങൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും പരസ്പരം കൊമ്പ് കോർക്കാൻ നിൽക്കുന്ന 2 പാർട്ടികളാണ്. പലയിടങ്ങളിലും അവരിപ്പോൾ നേർക്കുനേർ മത്സരിക്കുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് 9 ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി നിലനിന്നത്. അതൊക്കെയും പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് വന്നെങ്കിൽ പോലും സ്ഥാനാർത്ഥികൾ ഇതുവരെയും പിൻവലിച്ചില്ല. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നത് താൻ മുഖ്യമന്ത്രിയായിട്ട് മത്സരിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണമെന്ന ആഗ്രഹം അദ്ദേഹം ഇപ്പോൾ പിൻവലിക്കുകയാണ്. തനിക്ക് 4 വർഷത്തേക്ക് അദ്ദേഹത്തിന് കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം. 4 വർഷത്തിന് ശേഷമായിരിക്കും സംസ്ഥാന തലങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കൂടുതൽ സജീവമാകുക എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും NDA സഖ്യത്തിൽ ഇതുവരെയും പ്രതിസന്ധികളൊന്നും നിലനിൽക്കുന്നില്ല. പ്രത്യേകിച്ച് അവർ പ്രചാരണ രംഗത്തിൽ മുന്നേറുകയാണ്. അതോടൊപ്പം തന്നെ NDAയുടെ തൊട്ട് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ രംഗവും മുൻപേറുന്നത്. എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ നേതാക്കളെ സംസ്ഥാനത്ത് ഇറക്കിക്കൊണ്ടുള്ള വലിയ പ്രചാരണ മുഖം തുറക്കുകയാണ് മഹാസഖ്യത്തിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണി.